പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു വാർത്തയായിരുന്നു കാസർഗോഡ് സ്വദേശിനിയായിട്ടുള്ള ഒരു വീട്ടമ്മ തസ്നിയ, ഭിന്നശേഷിക്കാരി, അവർ ED ഓഫീസിലെത്തിയതും ഹൈറിച്ചിനെതിരെ പരാതി നൽകിയതും 4 ലക്ഷത്തി ചില്ലുവാൻ രൂപ അവരുടെ ഈ ഒരു പരിപാടിയിലൂടെ, ഈ ഒരു സ്കാമിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്ന ആവശ്യവുമായി കാസർഗോഡ് നിന്ന് വളരെ ദൂരമുള്ള എറണാകുളത്തേക്ക് വളരെ പ്രയാസപ്പെട്ട് എത്തിയിട്ടുള്ള ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു തസ്നിയയുടെ വീഡിയോ നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു. അതിനുശേഷം അവരെ ലീഡേഴ്സ് പല രീതിയിലും പ്രലോഭിപ്പിക്കുന്നതും ആ കേസിൽ നിന്ന് പിന്മാറാനുള്ള കുറേ ശ്രമങ്ങളും അതിനുശേഷം നടന്നിട്ടുണ്ട്. എന്തായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ അയ്യൂബ് ഖാൻ ചാലിൽ എന്നൊരു യൂട്യൂബർ ഉണ്ട്. അദ്ദേഹം ഹൈറിച്ചിൻ്റെ പ്രധാനപ്പെട്ട ലീഡറാണെന്ന് പറയുന്നു, ഹൈറിച്ചിലൊരു ഇൻവെസ്റ്ററാണെന്ന് പറയുന്നു. അദ്ദേഹം നിരന്തരം ഹൈറിച്ചിന് വേണ്ടി വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ന് കണ്ട ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോയിൽ വന്നിട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ വലിയ രൂപത്തിലുള്ള ഒരു ടാർഗറ്റിംഗ് നടക്കുന്നുണ്ട്. ടാർഗറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അയ്യൂബ് ഖാൻ ആളുകൾക്ക് സെറ്റിൽമെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന രൂപത്തിലുള്ള ഒരു ടാർഗറ്റിംഗ് ഉണ്ട്. അയ്യൂബ് ഖാനാണ് പൈസ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹമാണ് പലരെയും വിളിച്ച് പൈസ തരാൻ പറയുന്നത്, സെറ്റിൽ ചെയ്യാന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വിളിക്കൂ. മികേഷിനെ നിങ്ങൾ വിളിക്കുന്നത്, മികേഷിനെ വിളിച്ചിട്ട് കാര്യമല്ലോ. മികേഷ് സെറ്റിൽ ചെയ്യുന്ന ആളല്ലോ. മികേഷ് പൈസ സെറ്റിൽ ചെയ്യുന്നു നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞോ? പിന്നെ എന്ത് തരത്തിലാണ് നിങ്ങൾ മികേഷിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ പ്രസൂണിനെ വിളിക്കുന്നത്? ഓക്കെ, അപ്പോൾ അയ്യൂബ് ഖാനെ വിളിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്തരം ആളുകളെ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്ന് അറിയാൻ വേണ്ടിയിട്ടും എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി. അതിൽ ഞാൻ ഇന്നലെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഹൈറിച്ചിൻ്റെ കൊള്ളരുതായ്മകളെ, ഹൈറിച്ച് സ്കാമിനെ തുറന്നു കാട്ടുന്ന ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ ഒരു ക്ലിപ്പായിരുന്നു. അതാണ് അദ്ദേഹം അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ക്ലിപ്പ് ഞാൻ ഒരു വ്യക്തിക്ക് മറുപടി കൊടുക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഇതിലും വ്യക്തമായി അയ്യൂബ് ഖാൻ എന്ന വ്യക്തി ഈ കേസുമായി മുന്നോട്ട് പോകുന്ന ഇരകൾക്ക് പണം തിരികെ നൽകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഏതെങ്കിലും വിഷയത്തിൽ ആർക്കെങ്കിലും പണം തിരികെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഗ്രൂപ്പിലിട്ടൊരു മെസ്സേജാണ്. എന്തായാലും അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് ഇവിടെ കാണിക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് ഇത്തരം വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്ന, ഇത്തരം വിഷയങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന വ്യക്തി ശരിക്കും പണിയെടുക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അദ്ദേഹത്തിന് ഒരു റോങ് ആയിട്ടുള്ള ക്ലിപ്പാണ് കിട്ടിയത്. അതെ, പോലീസ് കേസ് കൊടുത്ത, നമ്മൾ കംപ്ലയിന്റ് കൊടുത്തതിന് മാത്രം, രേഖാമൂലം പരാതി കൊടുത്ത വിഷയങ്ങളിൽ മാത്രമാണ് ഇദ്ദേഹം ഇടപെട്ട് പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സാധ്യത ഒരുങ്ങുകയാണ്. അല്ല പണം പോയി അല്ലെങ്കിൽ കുടുംബം കഷ്ടത്തിലാണ് എന്നൊക്കെ ആയിട്ട് പ്രശ്നങ്ങളായിട്ട് നടക്കുന്ന നിലവിൽ ഹൈറിച്ചിലെ ഇൻവെസ്റ്റേഴ്സൊക്കെ ജസ്റ്റ് ഒരു പരാതി കൊടുക്കുക. ഒന്നുകിൽ പോലീസിൻ്റെ ആപ്പ് ഉണ്ട്, പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോകണമെന്നില്ല, ആപ്പ് വഴി പരാതി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയിട്ട് സാമ്പത്തിക തട്ടിപ്പിൽ പെട്ടു, ഹൈറിച്ച് എന്നുള്ളതിൽ ഇത്ര പൈസ പോയി എന്നൊക്കെ പറഞ്ഞ് ഒരു കംപ്ലയിന്റ് കൊടുക്കുക. ജസ്റ്റ് അത് ഒന്ന് അയ്യൂബിനെ അയച്ചു കൊടുക്കുക. അയാളുടെ ഈ നമ്പറിൽ PM അയച്ചു കൊടുക്കുക. സ്വാഭാവികമായിട്ടും അയാൾ കോൺടാക്ട് ചെയ്യും. വിത്തിൻ 1 വീക്ക് ഈ ഒരു പൈസ സെറ്റിൽ ചെയ്യും. അപ്പോൾ അതിൽ ഏറ്റവും കോടതിയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് പരാതി കൊടുക്കേണ്ട ഒരു വിഷയം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടും. സോ ഇറ്റ്സ് ഈസി. അദ്ദേഹം ആരോപിക്കുന്ന ആരോപണം ഇത് ഒരു ക്യാമ്പയിനാണ്. ഞങ്ങൾ കുറച്ച് ആളുകൾ ഇദ്ദേഹത്തിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. ഇദ്ദേഹം ഹൈറിച്ചിലെ ഇരകൾക്ക് പണം തിരിച്ചു കൊടുക്കുന്നു എന്നൊരു ആരോപണം ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഉന്നയിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ തീർത്തും അത് തെറ്റാണ്. അദ്ദേഹം ഹൈറിച്ചുമായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഇരകളെ അദ്ദേഹം നേരിട്ട് ചെന്ന് അല്ലെങ്കിൽ ഫോണിലൂടെ പരിചയപ്പെട്ട് അവരോട് ഇതിൽ നിന്നും പിന്മാറാനും നിങ്ങൾക്ക് പണം വേണമെങ്കിൽ പണം തരാം എന്നും പറയുന്ന വോയിസ് ക്ലിപ്പുകൾ ഞങ്ങളടുത്ത് ധാരാളമുണ്ട്. അതിലൊന്ന് ഞാനൊന്ന് പ്ലേ ചെയ്യുകയാണ്. പറഞ്ഞോളൂ. നമസ്കാരം, എന്റെ പേര് ഷെമീനാണ്. കേസ് ഇപ്പൊ ഏകദേശം തീരാറായി നിൽക്കാണ്. കേസിന്റെ കാര്യമല്ലല്ലോ ഞമ്മ പറഞ്ഞത് എന്താണെന്നെങ്കിൽ ഞമ്മക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ളത്, ഞമ്മക്ക് അതിൽ തുടരാൻ ഞമ്മ താല്പര്യപ്പെടുന്നില്ല. അതായത് ഇവർക്ക് കേസോ കമ്പനിയെ തിരിച്ചു വരുന്നൊന്നും അറിയണ്ട. ഇവരുടെ ഫണ്ടിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം അതാണ് അറിയേണ്ടത്. അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ഡിജിറ്റൽ ID ടോട്ടൽ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അതിന്റെ ക്യാഷ് തിരിച്ചു തരാന്നുള്ള കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. സോ അതെന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്? വളരെ പെട്ടെന്ന്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരുടെ കാര്യത്തില്. ഇവിടെ ഇക്കാക്കാണെങ്കിൽ കാലോണ്ട് വയ്യ, ഇവർക്കും കാലോണ്ട് വയ്യ. ഭയങ്കര വല്ലാത്തൊരു ബുദ്ധിമുട്ട്. 4 ലക്ഷത്തിന് അടിയല്ലേ? അതെ അതെ, 4 ലക്ഷത്തി പിന്നെ 10,000. ഫസ്റ്റ് വിഡ്രോവൽ ഇതായില്ല, ബ്ലോക്കായി. ഫസ്റ്റ് വിഡ്രോവൽ തന്നെ ID അടിച്ചത് ബ്ലോക്ക് വന്നതിന് ശേഷമാണ് ID അടിച്ചതെന്നുള്ള കണ്ടീഷനിലാണ് ഇവർ പറയുന്നത്. അല്ല, നമുക്കത് പരമാവധി ഈ റിട്ടേൺ ചെയ്യേണ്ട സംവിധാനം ആക്കാം. കാരണം വെച്ചാല് ഇപ്പൊ കമ്പനിന്റെ കേസും കാര്യങ്ങളൊക്കെ ഒരുവിധം നന്നായിട്ട് തീരാൻ പോകുന്നു. പക്ഷെ കമ്പനീന്റെ ഇതല്ലാണ്ട് തന്നെ നമ്മള് പൈസ അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ, അത് ജെന്യൂനായ ഒരു കേസ് ആയത് കൊണ്ട് തന്നെ
നമ്മള് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തില് ചെയ്യാനുള്ള ഇതുണ്ട്. നമ്മളെ അവസ്ഥ അത്രയും മോശമായത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. കാരണം ഞമ്മ ഒരു 5 പൈസ അതെ വെക്കത്. അല്ല അത് പറഞ്ഞു അയ്യൂബ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കേസാണെന്ന് പറഞ്ഞു. അപ്പൊ അല്ല നമ്മളിപ്പോ കേസോ കാര്യങ്ങളോ അതിന്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ലീഡേഴ്സ് എന്ന രീതിയിൽ അല്ലെ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഫുള്ള് ഇപ്പം ഈ 40 ഐഡിയും ഒറ്റ അടിക്കുന്നല്ല. നിങ്ങൾക്കിപ്പം തൽക്കാലം ഒരു ആശ്വാസം എന്ന നിലയിൽ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് എന്താണോ ചെയ്യാൻ പറ്റില്ല അത് ചെയ്തു തരാം. അങ്ങനെ പിന്നെ ഒരു വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് അത് തീർത്ത് തരാൻ തന്നെ വിചാരിക്കാം. നമുക്ക് പെരുന്നാളൊന്നും കഴിഞ്ഞ് പോകാനും ഒക്കെ കൂടി ചെറിയ ഫണ്ട് തൽക്കാലം കൊടുക്കുക. ബാക്കിക്ക് ഒരു ഗ്യാപ്പോ 11-ാം തീയതി നമുക്കിപ്പോ ഏകദേശം 11-ാം തീയതി 15-ാം തീയതി ഒരു ഡേറ്റ് കൊടുത്ത ബാക്കി കൊടുക്കാം നമുക്ക്. നിങ്ങളോട് ഇത് പറയണമെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് നീങ്ങാനുള്ള ഒരു സംഖ്യ വാങ്ങിട്ട് എന്നത്തേക്ക് ബാക്കിയുള്ള എമൗണ്ട് തരുന്നതെന്ന് ചോദിക്കുന്നത്. അതെ അതവർ പറയട്ടെ, അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ഞങ്ങൾ കാര്യം വല്ലാത്ത കഷ്ടത്തിൽ അവർ ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം പറഞ്ഞിട്ട് നിങ്ങൾ അറിയിച്ചതാണ്. പിന്നെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ 100 തവണ പറയുമ്പോൾ അത് പാങ്ങില്ലല്ലോ. അത്യാവശ്യം ഒരു പെരുന്നാൾ കൂടാനുള്ള ഒരു ഫണ്ട് നാളെ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഒരു ഡേറ്റ് നോക്കിയിട്ട് പറയാം ബാക്കി എമൗണ്ടിന്റെ കാര്യം കേട്ടോ. ഓക്കെ ഓക്കെ. ടെൻഷനൊന്നും ആവണ്ട. അല്ല അതെന്താ പറയാ, നമ്മളെ അവസ്ഥ പിന്നെ നമ്മൾ പറഞ്ഞെങ്കിൽ 2 ആൾ സുഖമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരു ഡ്രസ്സ് ഇത് ഒന്നിനും നമുക്ക് ഒരു പിന്നെ ബാക്കിയുള്ള നമ്മൾ വീടില്ല, ഒരു വീട് എന്ന് പറയുന്ന സംഭവം നമുക്കില്ല. നമ്മൾ ആരോ ഒരു വീട്ടിൽ അയ്യൂബ് ഖാനോടൊപ്പം ഇതിൽ ഹൈറിച്ചിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സാണുള്ളത്. ഒരു ഷമീന ആലുവ, ഒരു അബ്ദുൽ ബാരി, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ടീം അംഗങ്ങളാണ് കോൺഫറൻസ് കോളിട്ട് ഈ ഒരു തസ്നിയയോട് സംസാരിക്കുന്നത്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ച് പണം ഇപ്പോൾ തരാം, അത് കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് കൂടുതൽ പണം തരാം, അങ്ങനെ നിങ്ങൾ സെറ്റിൽ ചെയ്യാം, നിങ്ങളുടെ എത്ര ഐഡിയ ആണോ അത് ഞങ്ങൾ മൊത്തമായിട്ട് പർച്ചേസ് ചെയ്യും, ആ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളുടെ പണം ഞങ്ങൾ തിരികെ നൽകാമെന്ന് പറയുന്നു. അപ്പോൾ അയ്യൂബ് ഖാൻ്റെ ഒരു വാദം ഇവിടെ പൊളിയുകയാണ്. അദ്ദേഹത്തിനെതിരെ ഞങ്ങളാണ് ഇങ്ങനൊരു ക്യാമ്പയിൻ നടത്തുന്നത് എന്നുള്ളത്. ഈ ഒരു ക്ലിപ്പിലൂടെ വ്യക്തമാണ് അദ്ദേഹവും സംഘാംഗങ്ങളും കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇരകളെ അവരെ പുറകെ ചെന്ന് അവരെ കോൾ ചെയ്ത് അവരോട് സെറ്റിൽമെൻറ്റ് പറയുന്നു, അവർക്ക് പണം തിരികെ നൽകാം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ ആ ഗ്രൂപ്പിൽ ഒരു ചർച്ച ഇട്ടതും പണം ആവശ്യമുള്ള ആളുകൾക്ക് അയ്യൂബ് ഖാനെ സമീപിച്ചാൽ പണം കിട്ടും എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്. ഇനി മറ്റൊന്ന്, പണം മാത്രമല്ല, അശരണരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഹൈറിച്ചിൻ്റെ ഭവന നിർമ്മാണമുണ്ട്. അതും വ്യക്തമായിട്ട് തൻസിയ എന്ന ആ ഒരു വീട്ടമ്മയോട് അയ്യൂബ് ഖാൻ പറയുന്ന ക്ലിപ്പുകളുണ്ട്. അവരെല്ലാം കൂടി എന്തെങ്കിലും ചെയ്യുമായിരിക്കുമല്ലോ. അല്ല എന്ത് ഞാൻ ചെയ്ത് കൂട്ടുന്നില്ല. ഞാൻ റംസാന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളോട് മുന്നേ പറഞ്ഞതല്ലോ. അതുകൂടാതെ ഇത്രയും കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരാണിത്. നമ്മളവര് പറയുന്ന പോലെ ഓരോരുത്തരും ഓരോ എടുത്താൽ മതി. കൂടെ നിൽക്കാനുള്ള സാധനം മനസ്സ് കാണിക്കും. ഈ സമയത്ത് കിട്ടുന്ന ഒരു മറ്റൊരു കളക്ട് എന്ത് ചെയ്യും, കേസും കൊടുത്ത് ജോലി പോലെ കൂടുതൽ തട്ടി പോകും. ആരും നാട്ടിലുള്ള ആൾക്കാരല്ല. നമ്മളെ ദുഃഖം കാണാൻ വേണ്ടി വേറെ നമുക്ക് തന്നെ ഉണ്ടാവുള്ളൂ. അല്ല ഞാനിപ്പോ ഈ ലാസ്റ്റ് മൊമെന്റിൽ നിന്നെ വിശ്വസിച്ചിട്ട് അതൊക്കെ നമുക്കറിയില്ലല്ലോ. നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. എന്തൊക്കെയായാലും പണം തരാമെന്നും റംസാനും പെരുന്നാളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് പണം തരാമെന്നൊക്കെ ഉറപ്പ് പറഞ്ഞിട്ടുള്ള ഈ നന്മ മരങ്ങൾ 1 രൂപ അവർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ തിരക്കായിരുന്നു, ഓർമ്മയുണ്ടായില്ല, അല്ലെങ്കിൽ UPI നമ്പർ വാങ്ങി അദ്ദേഹത്തിന് കൊടുക്കാതിരുന്ന് നന്നായി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലും കുറ്റപ്പെടുത്തലും ഒക്കെയാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്നലെ എന്ത് പറഞ്ഞു? ഇന്നലെ രാത്രി വിളിച്ചിട്ട് എന്നിട്ട് രാവിലെ പൈസ ഇടാ അറിഞ്ഞു. ഇതുവരെ നിങ്ങളൊരു അനക്കമുണ്ടാ? നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്തിരിഞ്ഞത് പാതി പൈസയെങ്കിലും. ഷാനിബും ഇന്നലെ പറഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഞാൻ കഴിയുന്ന പൈസ വൈകുന്നേരം ആകുമ്പോൾ അയച്ചു തരാമെന്ന്. എന്നിട്ട് ഒന്നിൻ്റെ ഒരു അനക്കവും ഇല്ല. നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു വാക്കില്ലേ നിങ്ങൾ ഒന്ന് പാലിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര വിഷമം വരില്ലായിരുന്നു. എന്ത് വിശ്വസിച്ചിട്ടാണ് പിന്നെ ഞാൻ നിങ്ങളെ ഇത്രയും കാത്തിരിക്കുന്നു ഇതാക്കുന്നു? നിങ്ങളെ വാക്കിൽ വിശ്വസിച്ചിട്ട് ഇന്നൊക്കെ വ്യക്തമാക്കും നന്മമരങ്ങളുടെ ഉദ്ദേശം എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ അയ്യൂബ് ഖാൻ ഒരു വിഷയം കൂടി ഈ വീഡിയോയുടെ അവസാനം പറയുന്നത് കണ്ടു. അദ്ദേഹത്തിന് ദൈവപ്രീതി ലഭിക്കാനാണ് ഇത്തരം വിഷയങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിൽ ആര് പറയുന്നു എന്ത് പറയുന്നു എന്നും നോക്കാറില്ല, ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും അയ്യൂബ് ദൈവപ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഒരു സൽക്കർമ്മം അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് ആരാണോ നിൽക്കുന്നത്, വിധേയരായി നിൽക്കുന്നത് ആരാണോ അവർക്ക് മാത്രമാണ് ഈ ഓഫർ ഉള്ളത് കേട്ടോ. അതല്ലാതെ ഹൈറിച്ചിനെതിരെ ലീഗലി മൂവ് ചെയ്താലോ
ഏതെങ്കിലും രീതിയിൽ ഹൈറിച്ചിനെ കുറ്റം പറഞ്ഞാലോ അവർ പറയുന്നതിൽ വിപരീതമായി പ്രവർത്തിച്ചാലോ ഈ ആനുകൂല്യങ്ങളൊന്നും ലഭ്യമല്ല. എന്തായാലും അയ്യൂബ് ഖാൻ ചാലിൽ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എന്ന് പറഞ്ഞ ഈ വീഡിയോയ്ക്ക് ഒരു മറുപടി ആയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇദ്ദേഹം ഇത്തരത്തിൽ സെറ്റിൽമെൻറ്റിന് തുനിയുന്ന ഒരുപാട് വീഡിയോ ക്ലിപ്പുകളും സ്ക്രീൻഷോട്ടുകളും തെളിവുകളും നിരത്താനുണ്ട്. അത് 1, 2, 3 വീഡിയോയിൽ തീരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഇനിയുള്ള സെറ്റിൽമെൻറ്റ് കഥകൾ ഇനിയും ഒരുപാട് വരാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി. കൊണ്ടുപോകും. നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായി? പിന്നെ പൈസ നോക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ അയച്ചെന്ന കമ്പനിയിലും ആൾക്കാരും അതന്നെ അല്ല ഞാനിപ്പോ നാളെ ഞാൻ ഇടപെടുന്ന കാര്യങ്ങളിൽ ഒരു മാനസിക പരിഗണന വെച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കുക. എന്തെങ്കിലും എന്നെ കൊണ്ട് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തു കൊടുക്കുക. അത് എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഞാൻ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യണോ ചെയ്യേണ്ടത് എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് കമ്പനിയുമായിട്ടോ മറ്റു രൂപത്തിലോ അത് കണക്റ്റഡ് എല്ലാവരും മനസ്സിലാക്കും. എനിക്ക് പക്ഷപാതം കൂടി കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് എന്നതും മനസ്സിലാക്കും. ഞാൻ ആരെയും